നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ നിൽക്കുന്നത് കുമളിക്കടുത്ത് വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ വണ്ടിപ്പെരിയാർ ഒരുപാട് തവണ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയുടെ ഫ്രണ്ടിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് തവണ. നമ്മുടെ ക്യാമ്പ് സെറ്ററും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ കയറിയിട്ടുണ്ട്. ഒരുപാട് സിനിമാറന്മാരും ഒരുപാട് പേര് വരുന്ന ഒരു കടയും കൂടെയാണ് നമ്മുടെ പട്ടാളക്കാരൻ്റെ തട്ടുകട. അതായത് വണ്ടിപ്പെരിയാർ NH 183 57 മൈൽ 57 മൈൽ വണ്ടിപ്പെരിയാറുള്ള കടയാണ് കേട്ടോ. ഹായ് മില്ലുകാരൻ. മില്ലുകാരൻ. മില്ലുകാരന് വിലയൊക്കെ വന്നു കഴിഞ്ഞ് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയല്ലേ. അപ്പോൾ പട്ടാളക്കാരുടെ തട്ടുകട വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്നാണ് മില്ലുകാരൻ? എന്നാണ് എന്നെ അകത്തൂടെ കയറ്റുന്നോ പുറത്തൂടെ കയറ്റുന്ന നിങ്ങളെ കടയുടെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും പറയും എടുക്കണം. അപ്പോൾ ഇതെന്നെ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിൽ എത്ര പരിജ്ഞാനം കുറവാണ്. എന്താ ഫൗജി ദാവ പട്ടാളക്കാരൻ തട്ടുകട അറബിയിലല്ലേ പട്ടാളക്കാരൻ തട്ടുകട എന്നാണ് എഴുതിയിരിക്കുന്നത്, ഫൗജി ധാബ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അതോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നൊരു കടയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ങിൻ്റെ കടയാണ്. അപ്പോൾ വരുന്നവർ ഈ കുമളി വണ്ടിപ്പെരിയാർ റൂട്ട് വരുന്നവരൊക്കെ ജസ്റ്റ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ജസ്റ്റ് ഒരു അടിപൊളി സ്പോട്ടാണ്, വേറെ വർത്തമാനമില്ല. അപ്പോൾ ചേട്ടൻ അവിടെ നോക്കുന്നു. ചേട്ടാ ഹായ്, എവിടെ വന്നാണ്? ഗവിയിലെവിടെ? ആരെയും കൊണ്ട് വന്നാ? അവരോട് വന്നാ? ഏത് വണ്ടിയുടെ? കൈരളി ട്രാവൽ അല്ലേ? കൈരളി എവിടെയുള്ള? ചടയമംഗലം. ഓ ഗ്രേറ്റ്, താങ്ക് യു. അറിയോ മില്ലുകാരൻ? കേട്ടാണല്ലേ. അപ്പോൾ ഇവിടാണ് അവർ ഒരുപാട് പേര് പഞ്ചായത്തിൻ്റെ വകയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. എല്ലാവരും പഞ്ചായത്തിൻ്റെ വകയാണ് നിങ്ങളല്ലേ? പഞ്ചായത്തിൻ്റെ സ്കൂളിൻ്റെയോ? ഗവൺമെൻറ് സ്കൂളിൻ്റെ അല്ലേ? സ്കൂളിൻ്റെ വകയായിട്ട് ജസ്റ്റ് വന്നതല്ലേ, പരിപാടിക്ക് വന്നതാണ്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞെക്കി കളിക്കാം, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊക്കെ പോട്ട് നമ്മുടെ പട്ടാളക്കാരോട് തന്നെ പട്ടാളക്കാരോട് നമ്മളിവിടെ കാവലിരുത്തിക്കാണ് ഈച്ച കയറാതിരിക്കാൻ വേണ്ടി. അതെ, അങ്ങനെയാണല്ലേ. അപ്പോൾ സാറേ നമസ്കാരം. എവിടെ പോയതാ? സംഭവം വേറെ ലെവലിൽ പോവേ, തമാശല്ല. ഓക്കെ നൈസ്. എവിടെ പോയതാ? അറ്റത്തിരിക്കുന്ന ടീച്ചറെ നമസ്കാരമുണ്ട്. എവിടെ പോയതാണ്? ടൂർ പോയ? എന്തിന്റെ ടൂറാണ്? സ്റ്റാഫ് ടൂർ പോയതാണ്. എല്ലാവരും കണ്ടോ? എവിടെ പോയത്? ഗവിയില്. ഗവിയില് എങ്ങനെയുണ്ടായിരുന്നു ഗവി? കൊള്ളാം. ജസ്റ്റ് കൊള്ളാവുന്നേ ഉള്ളൂ അതോ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദർ ഇസ് നോ എക്സൈറ്റ്മെന്റ്. എന്ത് ടീച്ചർ എന്ത് പഠിപ്പിക്കുക? ഇംഗ്ലീഷിൽ എന്ത് വാചകം പറയൂ. അമേസിംഗ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെറൈറ്റി? ആവറേജ്. ഗവിയെ പറ്റി ആവറേജ് അല്ലേ, വേറെ ഒന്നും പറയാനില്ല അല്ലേ. അപ്പൊ ടീച്ചർ പറഞ്ഞ ആവറേജ്. ടീച്ചർ എന്താ പറയാണ്ട്? കൊള്ളായിരുന്നല്ലേ? ടീച്ചറോ? കൊള്ളായിരുന്നു. എല്ലാവരും ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് മാറി ഇരിക്കുന്നത്. ഇംഗ്ലീഷുകാർ വേറെ, മാത്സ് വേറെ, മലയാളം വേറെ. മാത്സ് ഓ മിക്സാ അല്ലേ. മലയാളം ടീച്ചർ ഉണ്ടോ? മലയാളം ടീച്ചർ എന്താണ് മലയാളത്തിൽ പറയൂ, രണ്ട് പദപ്രയോഗങ്ങൾ പറയൂ. നല്ല കാഴ്ച. ഫ്രഷ് എയർ കുറച്ച് ശ്വസിച്ചല്ലേ? ശുദ്ധമായ വായു. അതാണ്, അതേ ഉള്ളൂ അവിടെ. അല്ലാതെ പിന്നെ നമുക്ക് വേറെ ഒന്നും ഫോറസ്റ്റ് എയർ വെക്കത്തില്ല. അപ്പൊ ഫോറസ്റ്റ് എന്ത് പറയും? എങ്ങനെ കണക്കായിരുന്നു അല്ലേ? ഓക്കെ ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ടീച്ചർ എന്ത് പഠിപ്പിക്കുന്നു? മാത്സ്. ഓ കണക്കാണല്ലേ. കണക്കാ? ഞാൻ കണക്കാത്തോ? ഓഫീസ് സ്റ്റാഫാണ്. ഓക്കെ താങ്ക് യു. പേരെങ്ങനാ? ദിവ്യ. ഓക്കെ താങ്ക് യു. അപ്പൊ അങ്ങനെ എന്തായാലും അങ്ങനെ ആയിരുന്നു. സാറ് അവിടെ രതീഷിന്റെ ഇതിലാണല്ലേ, രതീഷിന്റെ കോൺസെൻട്രേഷനിലാണ്. അപ്പൊ നടക്കട്ടെ. ടീച്ചർ നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ നാടൊക്കെ? എങ്ങനെയുണ്ട്? ഞങ്ങൾ ഈ നാട്ടുകാരാണ്. അടിപൊളിയാണ്. എന്ത് പഠിപ്പിക്കുന്നു ടീച്ചർ? हिंदी से कुछ बात करेगा? थोड़ा. अरे बाबा. ടീച്ചറോ? സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഉണ്ട്. അല്ല അവിടെ സോഷ്യൽ സയൻസ് റിലേറ്റഡ് ഞാനില്ലേ, സുല്ലല്ലേ. ടീച്ചറോ? മാത്സാ? കണക്കാണ്. ഗവി കണക്കാണെന്നോ അതോ? സൂപ്പറാണല്ലേ. ഫ്രഷ് എയർ ശ്വസിച്ചോ? ഹാപ്പിയാണോ? ഡീൽ ഓക്കെ? പൊക്കോട്ടെ. നിക്കണോ പോണോ? ടീച്ചറെ അയ്യോ ടീച്ചർ ഇതിന് പറയാട്ടോ? പറഞ്ഞോ? ഒന്നുമില്ല. ഹാപ്പി. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ടീച്ചർമാരൊക്കെ ഒരുപാട് പേര് കടയൊക്കെ പറഞ്ഞു. അപ്പൊ പട്ടാളക്കാരന്റെ കടയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? ഇതാണ് പട്ടാളക്കാരൻ. മിസ്റ്റർ പട്ടാളക്കാരൻ. ഇതാണ് പട്ടാളക്കാരൻ.
ഇദ്ദേഹത്തിന്റെ കട ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട്. ഒരുപാട് തവണ ഞങ്ങൾ വന്ന് ചായ കുടിക്കാറുണ്ട്. ഇവിടെ ഒരുപാട് ഞങ്ങളുടെ യൂട്യൂബേഴ്സ് ഒക്കെ വരാറുണ്ട്. ഞാനൊക്കെ സ്ഥിരം കറക്കുവാണ് ഈ റൂട്ട് അങ്ങനെ. ടീച്ചർ എന്ത് പഠിപ്പിക്കുന്നു? എന്ത് പഠിപ്പിക്കുന്നു? സോഷ്യൽ സയൻസ്. അതല്ല, എന്നെ വിട്ടേര് അങ്ങോട്ട് പോക്കോളൂ. ടീച്ചർ പറ. സീനിയർ HM ഇൻചാർജാണ്. ഒച്ചമാണ്. ഓക്കെ, പറയൂ. കെമിസ്ട്രി പഠിപ്പിക്കുന്നു. ഫിസിക്സ് അവിടെ ഗോഫർ മരം ഇല്ല. ഗോഫർ മരം വരുമ്പോ ഗോഫർ മരം കണ്ടായിരുന്നോ? ഗോഫർ മരം ഇല്ല. അതായത് നോഹയുടെ പെട്ടകം പണിഞ്ഞ ഗോഫർ മരം കണ്ടായിരുന്നു നിങ്ങൾ? കണ്ടില്ലല്ലേ? എന്നാൽ അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നു അവിടെ, ഗോഫർ മരം. ഞങ്ങൾ ആ ഏരിയയിലുള്ള ആയതുകൊണ്ട് എൻ്റെ വീട് പത്തനംതിട്ട ചിറ്റാർ എന്ന് പറയും. ആ നിങ്ങൾ അതിലെയാന്ന് വന്നേ? ഇതിലെയാന്ന് വന്നേ? ചിറ്റാർ വഴിയാ? ചിറ്റാർ. ഓക്കെ, എൻ്റെ വീട് ചിറ്റാർ. അപ്പം ഞങ്ങൾ ആ റൂട്ട് എപ്പോഴും കറങ്ങുന്ന ആൾക്കാർ. ഇന്ന് അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. ഒരാൾ കല്ല് വീണിട്ട് ഒരു ചേച്ചി മരിച്ചു ആങ്ങുവഴിയിൽ. കല്ല് ഇന്നലത്തെ മഴയ്ക്ക് അത് ഷൂട്ട് ചെയ്യാൻ വന്നായിരുന്നു. അപ്പം അങ്ങനെ ജസ്റ്റ് കറങ്ങി കയറി വന്നതാണ്. പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും HM എന്ന നിലയിൽ എന്താണ് ഗവിയെ പറ്റി പറയാനുള്ളത്? അല്ല, ടീച്ചർ ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്? ഏത് ക്ലാസ്സിലാണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അക്കാഡമിക്സ്. അതെ, അതാണല്ലേ കോൺസെൻട്രേഷൻ. അല്ല, ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ? കെമിസ്ട്രി ആയിരുന്നല്ലേ പറഞ്ഞത്? കെമിസ്ട്രി ആയിരുന്നു പറഞ്ഞല്ലേ? അപ്പൊ എന്തായാലും ഓക്കെ ടീച്ചറെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും ഹാപ്പി. അപ്പൊ ടീച്ചറോട് കൊടുക്കുക ഒന്നും പറയാം. ഏതാ പഠിപ്പിച്ച ടീച്ചർ? ബയോളജി. ബയോളജിക്കുള്ള ഇഷ്ടംപോലെ ഉണ്ടോ അവിടെ? പക്ഷെ സുവോളജിക്കൽ ബയോളജിക്കൽ ഗാർഡൻ ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ സംഭവം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ കയറിയോ? കയറാൻ പറ്റത്തില്ല, അവിടെ താമസിക്കുന്നവരെ കയറാകത്തുള്ളൂ. അതാണ് ഫോറസ്റ്റിന്റെ ഒരു വലിയൊരു വിഷയം. ഇവിടെ വരുന്നവർക്ക്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർ റൂം ബുക്ക് ചെയ്ത് വേണം ചെയ്യേണ്ടത്. ഇങ്ങനെ ടീച്ചർമാരെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടീച്ചർമാരെയൊക്കെ കയറ്റി ഇങ്ങനെയുള്ള ബയോളജിക്കൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് കിട്ടും. കാര്യം ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതല്ലേ അല്ലേ? ടൂറിസം ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ടീച്ചറുടെ പേര് എങ്ങനെയായിരുന്നു? ജിസി. ഓക്കെ, ജസീന. ഓക്കെ, ജസീന ടീച്ചറെ ഗുഡ് ബൈ. ഇനി വന്നല്ലേ? പറയൂ. കറിക്കരുത് പട്ടാളക്കാരുണ്ട്. നേരത്തെ കേട്ടിട്ടുണ്ടോ? വേറെ പട്ടാളക്കാരുത്. ഈ പട്ടാളക്കാരല്ല, മിസ്റ്റർ പട്ടാളം. വെറുതെ കേട്ടോ, പട്ടാളക്കാരന്റെ വൈഫാണ് ഞാൻ. ചേച്ചി ഈ പട്ടാളക്കാരൻ. ആ ചേച്ചി രാജസ്ഥാനിലല്ലേ? അപ്പൊ ഇപ്പൊ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത്? സയൻസാ? ഫുൾ സയൻസാ? സുവോളജി ബയോളജി അങ്ങനൊന്നുമില്ല? കെമിസ്ട്രി മെയിൻ. ഓക്കെ, കെമിസ്ട്രി കൊണ്ട് എന്തെങ്കിലും ഗവിക്ക് പോയപ്പോൾ എന്തെങ്കിലും പ്രയോജനപ്പെട്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. കുറെ ഫ്രഷ് കാറ്റ് കിട്ടിയല്ലേ? ഇപ്പൊ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നത്? സയൻസാ? ഞാനും സയൻസാ. എന്നെ വിട്ടല്ലേ ടീച്ചറോ? മലയാളത്തിൽ 2 വാക്ക് പറയൂ ഗവിയെ പറ്റി. വളരെ മനോഹരമായ സ്ഥലം, പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ മനസ്സിനും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ നാടെന്ന് പറയുമ്പോൾ നമ്മളിന്ന് വളരെ ഏറെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ കടകളൊക്കെ വളരെ കുറവാണ്. ദൂരെ യാത്ര ചെയ്ത് വരുന്നവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാനൊക്കെ ഉള്ള ഭയങ്കര ഉണ്ട്. അതൊക്കെ കുറച്ച് നല്ലതാന്ന് തോന്നി. കാരണം നമ്മൾ ഈ ചൂട് സമയത്ത് ടയർഡായില്ലേ? അപ്പോൾ എന്തായാലും ഫോറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്ടിവേറ്റ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവേറ്റ് ആക്കി എടുത്താൽ നല്ലതാണെന്നാണ് ടീച്ചർ പറയുന്നത്. മലിനീകരണമൊന്നുമില്ല, നല്ല സുന്ദരമായ സ്ഥലങ്ങള്, മലനിരകള്, നമ്മുടെ നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. ഈ തിരക്ക്, ജോലിയുടെ തിരക്കും വീട്ടിലും ഞങ്ങൾക്ക് നല്ലൊരു റിലാക്സ് ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ രമേശ് സാറാണ് ഞങ്ങളെ ലീഡ് ചെയ്യുന്നത്. രമേശ് സാർ ടീച്ചർ HM ആണ് ഇതിനകത്ത് എല്ലാം സൂത്രധാരി എന്നാ പറയുന്നത്. സത്യം പറ, HM ആണോ ഈ പണി കൊടുത്തത്? രമേശ് സാർ ആ ചുമതല ഷർട്ടിട്ടാണല്ലേ? എന്റെ ചാനലിന്റെ പേര് മില്ലുകാരൻ എന്ന് പറയും. മില്ലിനർ അല്ല, മില്ലുകാരൻ. എന്തായാലും ടീച്ചർമാരെല്ലാം പോയി, അവരെല്ലാം ഓടിച്ചു വിട്ടല്ലേ? അയ്യോ, അവിടുത്തെ ചില ടീച്ചർമാർ പോയി. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? പട്ടാളക്കാരൻ്റെ കട എങ്ങനെയുണ്ട്? സെറ്റാണല്ലേ? ഓക്കെ, മൈ ക്ലാസ്മേറ്റ് അല്ലേ? അപ്പോൾ ഞാനും ഇങ്ങനെ പലതവണ വന്നിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തല്ലേ, ഇരിക്കട്ടെ നമ്മുടെ വക ഒരു വ്ളോഗ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ എവിടെ വലിയ യാത്രയായിരുന്നു അതോ പഠിച്ചതല്ലേ? ജസ്റ്റ് ഒരു പിക്നിക്കിന് വേണ്ടി വന്നതല്ലേ? അപ്പോൾ ഹാപ്പി അല്ലേ? സെറ്റല്ലേ? എങ്ങനെയുണ്ട് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ? നല്ല തണുപ്പുണ്ടല്ലേ കാലാവസ്ഥ? ഇപ്പോഴും വരുന്നതാണോ? ഇപ്പോഴും ഉണ്ടല്ലേ? ഇവിടെ എന്തെങ്കിലും പരിപാടി വേറെ? ഓക്കെ, നടക്കട്ടെ. അപ്പോൾ എന്തായാലും പട്ടാളക്കാരൻ ഞങ്ങൾ സൈനിങ് ഓഫ് ചെയ്തോട്ടെ. ഇവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ട്, അവരെല്ലാം വല്ല ഹാപ്പി ആയിട്ട്. പട്ടാളക്കാരനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു ബഡ്ഡിയാണല്ലേ? എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കാണാം. പട്ടാളക്കാരന് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ID എന്ന് പറഞ്ഞ്
Oblu Fashion, your Patalakaran PTK. PTK, പട്ടാളക്കാരൻ PTK എന്ന് പറഞ്ഞ കടയൊക്കെ ഉണ്ട് അല്ല, ഫാഷൻ ഇതൊക്കെ ഉണ്ടല്ലേ? ആ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ എന്തൊക്കെ കാണാൻ പറ്റും അത് പറ. ഇവിടെ വന്നാൽ അടിപൊളിയായിട്ട് വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇതല്ല മൊത്തം ഓവറോൾ അതല്ലേ കാണാം. ഇടുക്കി എന്നാൽ മിടുക്കിയ. ഇടുക്കി എന്നാൽ മിടുക്കി, അതൊരു പോയിന്റ് ആണ് കേട്ടോ. വേറെ എന്തെങ്കിലും സേ സംതിങ് ഡിഫറെന്റ് കൈൻഡ് ഓഫ്? ഗവി കാണാം, പുതിയ ഇവിടെ ഒരു എങ്ങും ഇല്ലാത്ത ആ സത്രം എയർപോർട്ട് കാണാം. പരുന്തുംപാറ. അയ്യോ അയ്യോ ഞാൻ ചോദിക്കാം. എന്താണ് മറ്റേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയല്ലേ? കൊല്ലം പറഞ്ഞതുപോലെ ഇടുക്കി കണ്ടവൻ ഇറ്റലി വേണ്ടെന്നാ പറയുന്നത്. ഇടുക്കി കണ്ടവനെ ഇറ്റലി വേണ്ട. അത് പുതിയ ഇറ്റലി വേണ്ട. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന കാരണം അതെന്നാന്ന് വെച്ചാൽ ഇടുക്കിയിൽ വന്നിട്ട് നമ്മൾ എവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഒരു 10 ഫോട്ടോയും കൂടെ എടുക്കണ്ടായിരുന്നല്ലോ അല്ലോ തോന്നും, എടുത്തോ എന്ന് തോന്നും. കാരണം അതാണ് ഇടുക്കി. ഇടുക്കി എന്ന മിടുക്കി നമ്മൾ ഏത് കണ്ണെ കാണുന്നോ അതാണ് ഇടുക്കി. ആസ്വദിക്കുന്നവൻ ഇപ്പൊ വെള്ളം അടിക്കാൻ വരുന്നവനാർക്ക് അടിപൊളി നല്ല വൈബ് സ്ഥലം വെള്ളം. അതേസമയം ഭാര്യ മക്കളുമായിട്ട് കറങ്ങാൻ വരുന്നവർക്കാണെങ്കിൽ ആ എൻജോയ്മെന്റ് കൊടുക്കും. ഏത് സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ വന്ന ഒരു മരണ വീട്ടിൽ പോയി ഇട്ട് വന്നാൽ പോലും ഒരു നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുക. അതാണ് ഇടുക്കി. അങ്ങനെയാണ് നമ്മുടെ പട്ടാളക്കാരനാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ പട്ടാളക്കാരനെ പരിചയപ്പെടാൻ പറ്റിയതും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. മില്ലി വേറെ എന്തെങ്കിലും സ്പെഷ്യൽ വല്ലതും ഉണ്ടോ ഇവിടെ? സ്പെഷ്യലായിട്ട് പട്ടാളക്കാരനെ സപ്പോർട്ട് ചെയ്യുക. അല്ല ഫുഡ് വല്ലതും ഉണ്ടോ ചോദിച്ചത്? അല്ല ഫുഡ് തരുന്നില്ല, ഫുഡ് തരത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾക്ക് അവിടെ ഈച്ച അടിക്കാൻ വേണ്ടി ഇരുത്തിയതാണ്. അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ നോക്കി കഴിഞ്ഞാൽ സത്രം വേറെ ഗവി ആ സൈഡാണ്, അങ്ങോട്ടുള്ള ഏരിയകളാണ് കാണാവുന്നത്. ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഇപ്പൊ കണ്ടു. ഇവിടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് വന്ന് സത്രം നേരെ കാണുന്ന സത്രം. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ പരുന്തുംപാറ. അങ്ങോട്ട് പരുന്തുംപാറ. അതേസമയം ലെഫ്റ്റ് സൈഡിൽ മൊത്തം ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വ്യൂ. മുല്ലപ്പെരിയാർ ഡാമിന്റെ വ്യൂ അല്ലേ? പക്ഷെ വെള്ളം കാണാമോ? വെള്ളം ഇവിടുന്ന് കാണത്തില്ല അല്ലേ? ഈ 3 സ്ഥലമാണ് അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും. സത്രത്തിൽ പിന്നെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവര് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്ര ഇതായിട്ട് തോന്നിയില്ല. ഇപ്പൊ ഈ പൊതുവെ ഇപ്പം ഗവി കണ്ടിട്ട് വന്നവരും പറയുന്നതന്നെ ഒരു ക്ലൈമറ്റിന്റെ മാർച്ച് ആയതുകൊണ്ട് എന്നാലും അവരൊരു വാക്കും കൂടെ പറഞ്ഞു, ഞങ്ങളുടെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ വന്നാലും കുഴപ്പമില്ല. മാർച്ച് ആയതുകൊണ്ട് മാർച്ച് ഏപ്രിലൊക്കെ കുറച്ച് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു ഇതുണ്ടല്ലേ. അതേസമയം നമുക്ക് കറങ്ങാൻ പറ്റുന്നത് ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി വരെ വരുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ? അല്ലെങ്കിൽ മഴയൊക്കെ ആസ്വദിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പർ വൈബായിരിക്കും. ഈ ഒരു 2 മാസമേ ഉള്ളൂ ചെറിയൊരു ഇത് വരുള്ളൂ. അത് മോർണിംഗ് ടൈമൊക്കെ സൂപ്പർ ആയിരിക്കും. എന്നൊക്കെ നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും പട്ടാളക്കാരുടെ ഫേസ്ബുക്കിൽ ഒരു പേജൊക്കെ ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആറുന്നുണ്ട് കേട്ടോ. ഞാനിത് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ പോരെ.